ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യേശുവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടി ആയിരിക്കുന്നതിന് നമുക്ക് നന്ദി പറയാം. അവിടുന്ന് നമ്മളോട് അരുളി ചെയ്യുന്നുണ്ട്, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിനക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതി. ആ ദൈവത്തിൻ്റെ പദ്ധതിയോട് നമുക്ക് സഹകരിക്കാം. നമ്മൾ സ്വർഗത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരാണ്. നശ്വരമായവയിലേക്കല്ല, അനശ്വരമായവയിലേക്കാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. 2 കൊരിന്തോസ് 4-ാം അധ്യായം 16, 17, 18 തിരുവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ലോക ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ പിൻചെല്ലുമ്പോൾ ബാഹ്യമായി നമ്മൾ ക്ഷയിക്കാം, എന്നാൽ നമ്മളിൽ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. നമ്മുടെ ഈ ലോകത്തിലുള്ള ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. പൗലോസ് അതാണ് പറഞ്ഞു വെക്കുക, ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, എന്നാൽ അതിൻ്റെ ഫലമോ അനുപമമായ മഹത്വവും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ക്ലേശങ്ങളും സഹനങ്ങളുമൊക്കെ നിസ്സാരമായി നമുക്ക് കാണുവാൻ കഴിയണം. കാരണം നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. ദൃശ്യമായവയല്ല ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്, അദൃശ്യമായവയാണ്. ദൃശ്യമായവ നശ്വരങ്ങളാണ്, അദൃശ്യമായവ അനശ്വരങ്ങളും. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ഉയർത്താം. എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ദൈവത്തോടൊപ്പമാണ് ഞാനായിരിക്കുന്നത്. ഈ ലോക ജീവിതത്തിൽ ക്ലേശങ്ങൾ അസംഖ്യമാണ്. ഈ ക്ലേശങ്ങളെ നോക്കിയല്ല നമ്മൾ ജീവിക്കുന്നത്, സ്വർഗത്തെ ലക്ഷ്യം വെച്ചാണ് ജീവിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല. എൻ്റെ ശുശ്രൂഷകൻ അവനെന്നെ അനുഗമിക്കും, ഞാൻ ആയിരിക്കുന്നിടത്ത് അവനുമായിരിക്കും. എൻ്റെ പിതാവ് അവനെ അംഗീകരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരങ്ങളെ, എൻ്റെ പിതാവ് അവനെ ബഹുമാനിക്കും എന്നാ തിരുവചനം പറയുക. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വേദനകളും വിഷമങ്ങളും ദൈവസ്ഥാനത്തിലേക്ക് വരുത്താം. അവിടുന്ന് എല്ലാം അറിയുന്നുണ്ട്. നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, നിന്നെ കരുതുന്നവൻ, നിന്നെ സംരക്ഷിക്കുന്നവൻ നിന്നോട് കൂടെയുണ്ട്. ദൈവമേ, വേദനിക്കുന്ന മക്കളിലേക്ക് നീ ഇറങ്ങി വരണമേ, അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ ജീവിതത്തിലെ സഹനങ്ങളെ കർത്താവേ, അത് വരാൻ പോകുന്ന വലിയ സൗഭാഗ്യത്തിൻ്റെ മുന്നോടിയായി കാണുവാൻ തക്കവിധം അവരെ ഹൃദയങ്ങളെ നീ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈശോയെ അവിടുത്തെ ആത്മാവിനെ അയച്ച് അങ്ങ് അവരോടുകൂടി ആയിരുന്നുകൊണ്ട് ദൈവവചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അവരെ ക്രമപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയാശ്രയം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഹൃദയമായ മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.